ഹായ് ഗൈസ്, നിങ്ങൾ ന്യൂസ് ചാനലിലെല്ലാം ഫ്രാൻസിനെ കുറിച്ചുള്ള ന്യൂസുകൾ 2 ദിവസമായി കേട്ട് കാണും. അതായത് ഫ്രാൻസ് കൊളാപ്സ് ആയിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിക്കെതിരെ നോ കോൺഫിഡൻസ് മോഷൻ പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ അത് പാസ്സാകുകയും 1960-കൾക്ക് ശേഷം പിന്നീട് ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടാതെ താഴോട്ട് പോകുന്നത് എന്നുള്ള ന്യൂസ് എല്ലാം കേട്ട് കാണും. അപ്പോൾ ഇതുകൊണ്ട് അതായത് ഈ ഒരു ന്യൂസ് കൊണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഒന്നാമത്തത്, ഫ്രാൻസിന്റെ പ്രസിഡന്റായ മാക്രോൺ ഇനി എത്ര ദിവസം ആ പദവിയിൽ നിൽക്കും എന്നുള്ളൊരു ചോദ്യം ഉയർന്നു നിൽക്കുന്നു. റഷ്യ ഉക്രൈൻ വാറിൽ റഷ്യക്ക് ഇത് വലിയ രീതിയിലുള്ള സന്തോഷമാണ് തരാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്, അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവിടെ ഒരു ഇലക്ഷൻ നടന്നത്. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഈ ഒരു ഭരണമാറ്റത്തിൽ നിന്ന് സംഭവം വന്നത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ട് ആദ്യം തന്നെ ഫ്രാൻസിൽ എന്താണ് സംഭവിച്ചത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. അപ്പോൾ ഫ്രാൻസിൽ കഴിഞ്ഞ സമ്മർ സീസൺ, അതായത് അവിടുത്തെ സമ്മർ സീസൺ, അതായത് ജൂൺ സമയത്താണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത്. ഇലക്ഷൻ നടത്തുമ്പോൾ തന്നെ പലരും ഇതൊരു മണ്ടത്തരമായ തീരുമാനമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് കുറെ ദിവസം ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ സാവധാനം ടൈം ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും പ്രസിഡന്റായ മാക്രോൺ അവിടെ പിരിച്ചുപിടിക്കുകയും ഒരു ഇലക്ഷൻ നടക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ ആ ഒരു ഇലക്ഷനിൽ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, അതായത് മുൻപ് ഭൂരിപക്ഷത്തോടു കൂടി ഉണ്ടായിരുന്ന പാർട്ടിക്കെല്ലാം തന്നെ ഒരു പാർട്ടിക്കും കൃത്യമായ ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല. അതായത് ഒരു കോയലേഷൻ ഗവൺമെന്റ് ആണ് കിട്ടിയത്. അതായത് ഒരു തൂക്ക മന്ത്രിസഭയാണ് രൂപപ്പെട്ടത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്, അതായത് പിന്നീട് 2 മാസത്തോളം ഫ്രാൻസിൽ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ളത് തന്നെ വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അതായത് ഒരാളെ ഇവര് റെഫർ ചെയ്യുമ്പോൾ ഇവർക്ക് പറ്റില്ല, അതുപോലെ തന്നെ മറ്റൊരാളെ റെഫർ ചെയ്യുമ്പോൾ പൊതുവെ അത് തൂക്ക് മന്ത്രിസഭയെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതേപോലെ കുറെ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നടന്ന് അങ്ങനെ അവസാനം ബാർണിയർ എന്ന് പറയുന്ന ഇതായിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് മാക്രോൺ ഡിക്ലെയർ ചെയ്തു. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതായത് ഈ റഷ്യ ഉക്രൈൻ വാർ എടുത്തു. അതായത് ഈ റഷ്യ ഉക്രൈൻ വാറിൽ അതായത് അമേരിക്ക എന്ത് പറയുന്നു അതിനെല്ലാം തന്നെ തലയാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇപ്പോഴുള്ള ഇമാനുവൽ മാക്രോണും. അപ്പോൾ മാക്രോൺ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ എന്താ അറിവ് ചെയ്തത്, അതായത് ഇന്ത്യന്റെ കേസ് എടുത്തു. റഷ്യന്റെ കയ്യിൽ നിന്ന് ചുരുങ്ങിയ വിലയ്ക്ക് ഓയിൽ വാങ്ങിയും അത് നമ്മൾ അതിന് റീഫ്രൈൻ ചെയ്ത് കൂടുതൽ വിലയ്ക്ക് യൂറോപ്പിന് വിറ്റു. അതിലൂടെയും നമുക്ക് നല്ല ലാഭം കിട്ടി. പിന്നെ നമ്മൾ വീണ്ടും ചുരുങ്ങിയ വിലയ്ക്ക് ഈ ഓയിൽ വാങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ പരമായിട്ടുള്ള ഇൻഫ്ലേഷൻ, അതായത് ഓയിൽ ഇൻഫ്ലേഷൻ നമുക്ക് നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാൻ പറ്റി. പക്ഷെ അന്നേ നമ്മൾ അമേരിക്കനെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കന് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പെട്രോളിന്റെ ഒക്കെ പൈസ ഇപ്പോൾ 200 കടന്നു പോയേനെ. കാരണം അത്രമാത്രം പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ത്യ സ്വീകരിച്ച ഈ രീതിയല്ല മാക്രോൺ സ്വീകരിച്ചത്. മാക്രോൺ അമേരിക്കന്റെ പിന്നിൽ പോയി അതുപോലെ തന്നെ റഷ്യൻ, അതായത് ഈ കമ്പനികൾക്കെതിരെയും റഷ്യക്കെതിരെയും സാങ്ഷൻസ് എല്ലാം ഇമ്പോസ് ചെയ്യുകയും അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് കിട്ടുന്ന 50 രൂപയുടെ സാധനം വേണ്ട, അതേ സാധനം ഞാൻ 100 രൂപ കൊടുത്ത് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള കഠിനമായ തീരുമാനങ്ങൾ കൊണ്ടുപോയി. അതുമാത്രമല്ല, ഈ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന് കുറെ ആവശ്യത്തിൽ കൂടുതൽ, അതായത് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്ന ഒരു രാജ്യമായി ഫ്രാൻസ് മാറിയിരുന്നു ഉക്രൈന് വേണ്ടി. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ഫ്രാൻസിന്റെ കടം എന്ന് പറയുന്നത് അവരുടെ GDP-നെക്കാട്ടും വളർന്നുപോയി. ഏകദേശം 3.5 ട്രില്യനോളം അവരുടെ കടം തന്നെ കൂടിയിരിക്കുന്നു. അപ്പോൾ ഈ കടം കൂടുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമില്ല. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബ്രിക്സ് കറൻസിനെ എന്തുകൊണ്ടാണ് ട്രംപ് എതിർക്കുന്നതെന്ന്. അതിനും ഈ കടത്തിനുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് നമ്മൾ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ കടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വട്ടം അവിടെ പാർലമെന്റ് കൂടുകയും 2025 ബഡ്ജറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, അതായത് നമ്മുടെ GDP-നെക്കാട്ടിലും, അതായത് ഫ്രാൻസിന്റെ GDP-നെക്കാട്ടിലും കൂടുതൽ പൈസ നമ്മളിപ്പോൾ കടമെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം നമ്മൾ വീട്ടിൽ കഴിഞ്ഞാലോ നമുക്ക് ഇനിയും ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതിനായിട്ട് 2 വഴികളാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ, അതായത് അവിടെയുള്ള വലിയ വലിയ കമ്പനികളും വലിയ വലിയ മുതലാളികളെല്ലാം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കൂടുതലായിട്ടും ടാക്സ് ഇമ്പോസ് ചെയ്യുക. അപ്പോൾ ഈ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടുന്ന് ഈ വലിയ വലിയ മുതലാളികളുടെ അടുത്തു നിന്നും, അത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ അടുത്തു നിന്നെല്ലാം കൂടുതൽ പൈസ ഫ്രാൻസ് ഗവൺമെന്റ് വരും. അതിൽ നിന്ന് കുറച്ച് വീട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കി. അപ്പോൾ ഇത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെയാണ് എല്ലാവർക്കും പ്രശ്നം വന്നത്. അതായത് സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർക്കും അതിലും താഴെ, അതായത് ലോവർ BPL കാർഡിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഈ പെൻഷൻ അതുപോലെ തന്നെ കുറെ സ്കീമുകൾ ഗവൺമെന്റ് കൊടുക്കുമല്ലോ. പക്ഷെ ആ സ്കീമുകൾ പലതും ആവശ്യമില്ല, അതിനി കട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം കൂടെ എടുത്തു. പക്ഷെ ഇതിനെ അവിടെയുള്ള, അതായത് NFP എന്ന് പറയുന്ന ആ പാർട്ടിയും നാഷണൽ റാലി എന്ന് പറയുന്ന ആ പാർട്ടിയും കഠിനമായി തന്നെ എതിർക്കുകയായിട്ടുണ്ടായിരുന്നത്. ജനങ്ങളെല്ലാം തന്നെ ഫ്രാൻസിന്റെ പാർലമെന്റിലും അവിടെയും ഇവിടെയും എല്ലാം പോയി പ്രൊട്ടസ്റ്റ് നടക്കാണ്. ഫ്രാൻസിൽ ഓൾറെഡി കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഈ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ
നമ്മുടെ മീഡിയാസ് അത് കവർ ചെയ്യില്ല, അവരുടെ മീഡിയാസ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യും. അതാണ് വ്യത്യാസമുള്ളത്. ഇതൊന്നും കൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഫ്രാൻസിന്റെ ഉള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പാസ്സാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള രണ്ട് പാർട്ടികളും ആവശ്യപ്പെട്ടു. കാരണം ജനങ്ങൾക്ക് ഇത് പ്രശ്നമുണ്ടല്ലോ എന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് ബാർണിയർ എന്ന് പറയുന്ന അവരുടെ പ്രൈം മിനിസ്റ്റർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 49.3 എന്ന് പറയുന്ന ആർട്ടിക്കിൾ, അതായത് അവരുടെ ഫ്രാൻസ് ഭരണഘടന പ്രകാരം അതായത് വോട്ടില്ലെങ്കിലും പാസ്സാക്കാം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് പാസ്സാക്കി. അതായത് ഒരു ഡിക്റ്റേറ്റർഷിപ്പ്. ഇതുകൊണ്ട് എന്ത് ചെയ്തു, അവിടെയുള്ള രണ്ട് പാർട്ടികളും അവിശ്വാസ പ്രമേയം ഈ ഗവർണർ, അതായത് ഈ ഫ്രാൻസിന്റെ പ്രൈം മിനിസ്റ്ററിനെതിരെ അവര് പ്രപ്പോസ് ചെയ്തു. ആ പ്രപ്പോസ് ചെയ്തത് മാത്രമല്ല 1962 ശേഷം വീണ്ടും ആദ്യമായിട്ട് തന്നെ ഇപ്പോൾ അതായത് ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ഇത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയിലെ അതായത് ഈ പ്രൈം മിനിസ്റ്റർ ബാർണിയറിനെ അവിടുന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ വെറും 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ അത് തന്നെയാണ് ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുന്നത്. ഇനി ഫ്രാൻസിൽ എന്താണ് നടക്കാൻ പോകാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഈ ബാർണിയർ തന്നെ അടുത്ത പ്രധാനമന്ത്രി വരുന്നോടം വരെ ഈ പൊസിഷൻ കണ്ടിന്യൂ ചെയ്തു പോകും. അതുപോലെ തന്നെ ഈ ബഡ്ജറ്റ് എല്ലാം തന്നെ ഇപ്പോൾ ടെമ്പററി സ്റ്റോപ്പ് ആവും എന്നുള്ളതാണ് സ്വപ്നം. ഇനി അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫ്രാൻസിന്റെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് മാക്രോൺ അടുത്ത ഒരു പ്രധാനമന്ത്രിനെ ചൂസ് ചെയ്യണം. ഇപ്പോൾ അതായത് പ്രധാനമന്ത്രിയായി അതായത് ഇപ്പോൾ പ്രസിഡന്റായ മാക്രോൺ വന്നിട്ട് തന്നെ ഏകദേശം 7 പ്രധാനമന്ത്രിമാരെ മാറി മാറി ചൂസ് ചെയ്യേണ്ടി വന്നു. ഇതിപ്പോൾ ആദ്യത്തെ 8ാമതായിട്ട് ഇനി ചൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത പ്രധാനമന്ത്രി വരും. അതുമാത്രമല്ല ഇനി ഇലക്ഷൻ പോകുമെന്ന് ചോദിച്ചാൽ അതും പറ്റില്ല. കാരണം ഫ്രാൻസ് ഭരണഘടനയനുസരിച്ച് അതായത് ഒരു വർഷം എങ്ങാനും കഴിഞ്ഞാൽ ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ സമ്മറിലാണ് അവിടെ ഇലക്ഷൻ നടന്നത്. ഇനി അടുത്ത സമ്മറിലോ അടുത്തൊരു ഇലക്ഷൻ നടക്കാൻ പറ്റുള്ളൂ. ഇതുകൊണ്ടെന്നാണ് ആ ഒരു ദിവസങ്ങൾ വരെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പാർലമെന്റ് വലിയ രീതിയിൽ നിന്ന് തന്നെ ഫോം ചെയ്യാൻ പറ്റാതെ അവർ നടക്കുകയോ ഉണ്ടാവുള്ളൂ അടുത്ത സമ്മർ വരെ. ഇപ്പോൾ അവിടെയുള്ള ജനങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള എതിർപക്ഷ പാർട്ടികളെല്ലാം പറയുന്നത് മാക്രോൺ റിസൈൻ ചെയ്താൽ മാത്രമോ ഇപ്പോൾ ഫ്രാൻസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫ്രാൻസിന് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ മാക്രോൺ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്യാൻ തയ്യാറല്ല എന്ന്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.